സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എത്ര ട്രൈ ചെയ്തിട്ട് നമുക്ക് വരുന്നില്ല. ക്യാമറയ്ക്ക് പിന്നിൽ ഒരാൾ ഇരിപ്പുണ്ട്, 2 ക്യാമറയുടെയും പിന്നിൽ ഓരോ വ്യക്തികൾ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ വെൽക്കം ചെയ്യാം? നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതി കണ്ട, അയ്യോ ഇത്രയും പറ്റൂ നമ്മളെ കൊണ്ട്, ഇതിനപ്പുറം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എനർജി ഇനിയാ. ഓക്കെ, അപ്പം ഞാൻ ഇൻട്രോ പറയാലോ അല്ലേ? അപ്പോൾ എക്കോ ചേംബറിൻ്റെ ഈ 3-ാം വരവിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ആൾക്കാർക്ക് നമ്മളെ തെറി വിളിക്കാനായിട്ട് തോന്നുന്ന, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് നമ്മളെ കയ്യിൽ കിട്ടിയാൽ വലിച്ചു കീറി ഒട്ടിക്കാനായിട്ട് തോന്നുന്ന ഒരു 3 ടോപ്പിക്കാണ് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ആദ്യമേ ഞങ്ങളോട്, മാമനോട് തോന്നല്ലേ ഒന്നും തോന്നല്ലേ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്, എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു 3 സാധനത്തിന് പിക്ക് ഔട്ട് ചെയ്താൽ നമ്മൾ സംസാരിക്കുന്നത്. അല്ലേ? ഓക്കെ, കൊള്ളാം. എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ? ഒരു സാമി ലുക്കില്ലേ, കുടുമി ലുക്കില്ലേ? പക്ഷെ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ കുടുമി ലുക്ക് കെട്ടിയതാണ്. കാര്യം എൻ്റെ ടോപ്പിക്ക് ഈ കുടുമിയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ ചങ്കിൽ കയറി തുളയ്ക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് അല്ലേ, അതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഏരിയാസിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ആദ്യം ആ 3 ഏരിയനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ, ഇൻഫ്ലുവൻസിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഫ്ലുവൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എന്തായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ഇൻഫ്ലുവൻസർ? പറയും. ഓക്കെ, ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അവര് ഒരിക്കലും സ്വന്തം നീഡിന് വേണ്ടി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ പ്രതീക്ഷിച്ചോ ഫെയിമിന് വേണ്ടിയിട്ടോ ഒന്നും നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാൻ പാടില്ല. അതിന് മാത്രമായി നിൽക്കുന്ന ഒരാളാവാൻ വേണ്ടിയിട്ട് പാടില്ല. അതിലുപരി ഇൻഫ്ലുവൻസിങ് എന്ന് പറയുമ്പോൾ തന്നെ എന്തുവാണ്? പ്രചോദനം ആണോ? അതെ, പ്രചോദിപ്പിക്കുക, മോട്ടിവേഷനാണ്. ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ സ്വാധീനം ചെലുത്തുന്നത്. ഓക്കെ, സ്വാധീനം ചെലുത്തുക എന്നാണ്. അപ്പം മറ്റ് വ്യക്തികളിൽ സ്വാധീനം ചെലുത്തണം. അത് എന്ത് വേയിലൂടെ? പോസിറ്റീവ് വേയിലൂടെ. അപ്പോൾ ഇവൻ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു അംബീഷൻ ഇതിന് വേണ്ടിയിട്ടായിരിക്കാം, മോട്ടിവേഷൻ കുറവുള്ളവർക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പോസിറ്റീവ് വേയിലൂടെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോസിറ്റീവ് വേയിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അവരെയാണ് ശരിക്കും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരു റെമ്യൂണറേഷന് വേണ്ടിയിട്ടോ ഫെയിമിന് വേണ്ടിയിട്ടോ ഒന്നും വന്ന് കിടന്ന് പ്രസംഗിക്കുന്നവരെ ഒരിക്കലും ഇൻഫ്ലുവൻസറായിട്ട് കാണാൻ പറ്റില്ല. ശരിക്കും ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ളവരെയാണ് ആൾക്കാർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? എന്താണ് ഭവതി അങ്ങേക്ക് പറയാനുള്ളത്? ഞാൻ എവിടുന്ന് തുടങ്ങണം? നമ്മളിപ്പോ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ, നമ്മൾ എന്ത് ട്വിറ്ററോ ത്രെഡോ അങ്ങനെ എന്ത് നമ്മൾ ആപ്പ് എടുത്ത് നോക്കിയാലും ഓരോരുത്തർ അവരുടെ ബയോയില് ആദ്യം കുറച്ചു പേര് റീലായിട്ട് വരും. ആ റീല് വന്നു കഴിഞ്ഞ ഉടനെ അവര് എന്ത് ചെയ്യും? യൂട്യൂബ് ചാനൽ തുടങ്ങും. ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞിട്ട് നേരെ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ കണ്ടന്റ് ഇട്ടാണ് ഇപ്പൊ കുറെ പേര് പോകുന്നത്. അത് ഒരു സൈഡിൽ നോക്കുമ്പോൾ അവരുടെ റെമ്യൂണറേഷനും കൂടെ അവരതിൽ കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ റെമ്യൂണറേഷൻ മാത്രമല്ല, നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് പാർവതി പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അവരിൽ എത്തിക്കുന്ന ഒരു തലമാണ് ഇൻഫ്ലുവൻസേഴ്സ്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരും. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ യൂട്യൂബിൽ നമ്മൾ കണ്ടന്റ് എന്ത് കൊടുക്കുമെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ നമ്മളുടെ വീട്ട് കാര്യങ്ങൾ ഇങ്ങനത്തെ കുറിച്ചൊക്കെയാണ്, നമ്മുടെ ലൈഫാണ് നമ്മൾ അതിൽ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ അതിലൊരു ഇൻഫ്ലുവൻസേഴ്സ് ബേസിക്കലി നോക്കേണ്ടത് ആ കണ്ടന്റ് ഞാൻ ജനങ്ങളിലോട്ട് എത്തിക്കുമ്പോൾ അവരിലത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ,
നെഗറ്റീവ് അല്ല പറയേണ്ടത്, പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് അവരിൽ ഉണ്ടാക്കുന്നുണ്ടോ, ആ പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ട് അവരെന്നെ സ്വാധീനിക്കുക. ഞാൻ അവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലോട്ട് ഞാൻ സ്വാധീനം ചെലുത്തേണ്ടത് എന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ്. അല്ലാതെ എന്റെ വീട്ടിൽ നടക്കുന്ന വഴക്കോ എന്റെ വീട്ടിൽ നടക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ കണ്ടിട്ടല്ല എനിക്ക് റീച്ച് കൂട്ടേണ്ടത്. ഇപ്പോ എല്ലാവരും എവിടെ വഴക്കുണ്ടോ അവിടെ മലയാളീസ് ഉണ്ട് എന്നൊരു കോൺസെപ്റ്റ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഇപ്പൊ താഴത്തെ തംബ്ലൈന് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഉൾപ്പെടെ വരുന്ന എല്ലാ ജനങ്ങളും ഓടിച്ചു നോക്കുന്ന അവിടെ എന്ത് സംഭവിച്ചു, ആ തംബ്ലൈന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിടുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ എല്ലാവരും പോയി നോക്കുന്നത്. ആ ക്യൂരിയോസിറ്റിയിൽ അവർ വന്ന് നോക്കുമ്പോഴും അവർക്കതില് ആ വീഡിയോ കണ്ടു തീരുമ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ യു വിൽ ബി എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അതിൽ നിന്ന് നിങ്ങൾക്ക് റെമ്യൂണറേഷൻ വാങ്ങുന്നുണ്ട്, അതിൽ നിങ്ങൾ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാകാം. ഇപ്പൊ സോഷ്യൽ മീഡിയ ജോബായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരതിന് കഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന് ഒരുപാട് പണിയുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, വീഡിയോ മേക്ക് ചെയ്യണം, അത് എടുക്കണം, അതുപോലെ തന്നെ വോയിസ് ചെക്ക് ചെയ്യണം, അതിന് പ്രൊമോഷൻ വരുന്നെങ്കിൽ അത് നോക്കണം. നിങ്ങളുടെ റിസ്ക്കും നിങ്ങളുടെ ടൈമും എല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾ അതിൽ ഇറങ്ങിത്തിരിക്കുന്നതാണ്. അതില് നിങ്ങൾക്ക് ആൾക്കാരിലോട്ട് എത്തിക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവേണ്ടത്. ഓക്കെ, ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അയാളെ കാണുന്ന വ്യക്തികൾക്ക് ഒരു കറക്റ്റ് ഒരു പോസിറ്റീവ് പാർട്ടായിരിക്കണം. അപ്പം ഇൻഫ്ലുവൻസർ എന്ന് അവകാശപ്പെടുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ തുറന്നു കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് പാത്ത് ആണെന്നുള്ളത്? എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 ആൾക്കാരുടെ പേര് പറയുവാണെങ്കിൽ, ഒന്ന് പേളി മാണി. അതിൻ്റെ ഇപ്പോൾ ആര് കുറ്റം പറഞ്ഞിരുന്നാലും പേളി മാണിയുടെ ഓരോ ടോക്കിനകത്തും അവരുടെ ആ എനർജിക്കകത്തും അവരുടെ ഓരോ വേർഡ്സിനകത്തും ചില വ്യക്തികൾ പറയും പേളി മാണി ഒത്തിരി സംസാരിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ ആ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന വ്യക്തികൾ വളരെ കംഫർട്ടബിൾ ആണ്. അവരുടെ സംസാരത്തിനകത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഹാപ്പിനെസ് നിറഞ്ഞ ഒരു സാധനം അവരിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വൈബ്രൻസ് അവർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സുജിത് ഭക്തനെ ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ഒരു ട്രാവലറാണ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്കും അങ്ങനെ ചില സ്ഥലങ്ങൾ സഞ്ചരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന തരത്തിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ധന്യ വർമ്മ. അയ്യോ, ഞാനൊരു വലിയൊരു ഫാനാണ് പുള്ളിക്കാരി. അവര് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ അതിനെ അറിഞ്ഞ് അവർ ഇരിക്കുന്നുണ്ട്, അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ഇന്റർവ്യൂ അല്ല. അവരുടെ ഓരോ ക്വസ്റ്റ്യൻസും ശരിക്കും ഡയമണ്ടാണ്. ഓരോ ക്വസ്റ്റ്യൻസും ശരിക്കും ഒരു വ്യക്തി അവരുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ആൻസർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പ്യൂർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെല്ലണം. അവരൊരു അസാധ്യമായിട്ടുള്ള. സോ ഇതാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ അതിപ്രസരം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സ്. അപ്പം നമ്മളതിനെ ഒരു 3 ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, എന്നോടൊന്നും തോന്നരുത്, മന്ത്രവാദികളെ എന്നോട് ക്ഷമിക്കുക, ആഭിചാര കർമ്മം നടത്തുന്നവരെ എന്നോട് ക്ഷമിക്കുക, കുറച്ച് നേരത്തേക്ക് ഞാൻ നിങ്ങളൊന്ന് മറന്ന് സംസാരിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള ടോപ്പിക് മന്ത്രവാദം സബ്ജക്റ്റാക്കി റീൽസും വീഡിയോസും എടുത്ത ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചിട്ടാണ്. രേവതിക്കോ? പാരന്റ്സിനെ ചീത്ത വിളിക്കാൻ വേണ്ട, കുഞ്ഞുങ്ങളുടെ സംസാരത്തെ കുറിച്ചാണ് എൻ്റെ ടോപ്പിക്. ഓക്കെ, എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു വർഷമൊക്കെ ആയിട്ട് കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡ്, ഒരു പുതിയ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു ട്രെൻഡ്. അതായത് ഈ വീഡിയോസിലൂടെയും മറ്റും ഭയങ്കരമായിട്ടുള്ള വൾഗർ വേർഡ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റി, അതായത് നമ്മളല്ലാതെ പറയുകയാണെങ്കിൽ തെറിവിളിയെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾക്കും ഞങ്ങളുടെ സംസാരത്തിൽ ഇഷ്ടപ്പെടാത്ത, ഞങ്ങളുടെ ശത്രുപക്ഷത്തിൽ നിന്ന് ഞങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ ആദ്യമേ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾക്ക് മാപ്പിന്റെ ആവശ്യമില്ല.
മാപ്പിന്റെ ആവശ്യമില്ല. തെറ്റം തോന്നുന്നതാണ് നമ്മൾ പറയുന്നത്. ഇതോടെ നിങ്ങൾ തിരുത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ 3 പേർക്ക് പകരം നാളെ ഒരു 3 ലക്ഷം പേര് ചിലപ്പോൾ നിങ്ങളെ കൈവച്ചെന്നിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ആദ്യം ആര് തുടങ്ങുന്നു? എണ്ണി അപ്പം ഈ കുടുംബം കേട്ടി എനിക്കൊരു രുദ്രാക്ഷം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു അല്ലേ? എന്തോ മുനിസ്വാമിയോ? ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ എന്താണ് കുഞ്ഞുങ്ങളെ കൂടോത്രം? കൂടോത്രം എന്തിൽ വേണമെങ്കിൽ കൂടോത്രം ചെയ്യാനല്ലേ? പക്ഷെ മുട്ടയിൽ കൂടോത്രമാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്, ഒരുപാട് കേട്ടിട്ടുള്ളത്. അല്ല, അത് മറ്റേ ഈസ്റ്ററിനാ ഡിസൈൻ വരയ്ക്കുന്നത്. മുട്ടയിൽ ഡിസൈൻ വരയ്ക്കോ? കൂടോത്രം വരയ്ക്കും, കുഴിച്ചിടും. നമ്മൾ ഇടയ്ക്ക് പട്ടാള സിനിമയ്ക്കകത്ത് അവര് തമാശ പോലെ ഒരു സീൻ ചെയ്യുന്നുണ്ട് ജഗതിയുടെ അടുത്ത്, തമാശ പോലെ. അങ്ങനെ ചെയ്യുന്നുണ്ട്. മുട്ടയ്ക്കകത്ത് ഡിസൈൻ വരച്ച് കുഴിച്ചിട്ട്. എന്റെ വീടിന്റെ അടുത്ത് ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പട്ടാള സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ജഗതിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അത് കൂടോത്രം മുട്ടയിൽ വരച്ച് ചെയ്തു. അപ്പൊ ജഗതി ആ മുട്ടയും കൊണ്ട് ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ട്, നമുക്ക് ഫെമിലിയർ ആണ്, നമുക്കത് അറിയാമല്ലോ. അതുപോലെ തന്നെ മുട്ടയ്ക്കകത്ത് കണ്ണും മൂക്കൊക്കെ വരച്ച് അത് ചെയ്ത് തെറ്റ് പൂക്കളൊക്കെ വിതറിയിരിക്കുന്ന അങ്ങനെയും ചെയ്യുന്നുണ്ട്. കല്യാണരാമൻ മൂവിയിലുണ്ടല്ലോ കുഞ്ചാക്കോ ബോബന്, പക്ഷെ അതില് ചിത്രം വരയ്ക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഉണ്ട്. ഓക്കെ, പാർവതി ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു ഇൻസിഡന്റ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വ്യക്തി മുട്ട ഇങ്ങനെ എവിടുന്നോ പൂജിച്ചോ എങ്ങാണ്ട് കൊടുത്ത മുട്ട കൊണ്ടുവന്ന് കുഴിച്ച് പൂവും വെച്ചിട്ട് എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ട കൊഴിച്ച് പൂവും വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും എനിക്കെതിരെ മുട്ടയ്ക്ക് കൂടോത്രം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു 50 മുട്ടയൊക്കെ കൊണ്ടുവന്ന് കൂടോത്രം ചെയ്ത് വെക്കുക. കാര്യം ഇവിടെ നിന്ന് ജിമ്മിൽ പോകുന്നവരുണ്ട്. അതേപോലെ കെട്ട മുട്ട പാടില്ല. കെട്ട മുട്ട പാടില്ല, നല്ല മുട്ടയായിരിക്കണം. നമുക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമായതുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ സംസാരം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്, കൂടോത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ ഹൈലൈറ്റ് ചെയ്ത് അതിനെ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ റീൽ ചെയ്ത് കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അറിയപ്പെടുന്ന വ്യക്തികളോടാണ്. ആക്ച്വലി ഞാൻ ഈ ഇടയ്ക്ക് 2-3 വീഡിയോ കണ്ടു. ഒന്നെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ വീഡിയോ ആയിരുന്നു. മറ്റൊന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ മറ്റൊരാളുടെ വീഡിയോ ഞാൻ കാണുന്നത്. ആക്ച്വലി അതിനകത്ത് ഉള്ള സബ്ജക്റ്റ് ഇതായിരുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീമിൻ്റെ ഇത്, ഒരാൾ വീട് മേടിക്കാനായിട്ട് പോകുന്നു. പക്ഷേ ആ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ്, അതിൽ ഒരാൾക്ക് അയാൾ രക്ഷപ്പെടുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, ആ വീട് മേടിക്കാൻ പോകുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരെന്താ ചെയ്യുക, ഒരു പാവയിൽ എന്തോ ആണി മുട്ടുസൂചിയൊക്കെ ഇങ്ങനെ വെക്കുന്നതായിട്ട് കാണുന്നു. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും അവർക്കൊരു ഫോൺ കോൾ വരുവാണ്. ഈ വീട് വാങ്ങാൻ പോയ ഇവരുടെ ഫ്രണ്ട് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അപ്പോൾ ഇവർ 3 ഫ്രണ്ട്സാണ്. അതിൽ ഒരു ഫ്രണ്ട് ഇത് റിയലൈസ് ചെയ്യാണ്. കാര്യം മറ്റേ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്നിട്ട് പാവ താഴെ വീഴുന്നുണ്ട്. അപ്പോൾ അത് മറ്റേ ഫ്രണ്ട് കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ചെറിയ ഡൗട്ട് അടിക്കുന്നു. അതോടുകൂടി ഇങ്ങനെ ക്ലോസ് ആകുന്നു. അതിന് ശേഷം വേറെ ഏതെങ്കിലും ഭാഗം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. ഞാൻ അത്രയേ കണ്ടിട്ടുള്ളൂ. മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ 3 ഫ്രണ്ട്സ്. ഈ 3 ഫ്രണ്ട്സിൽ ഒരാൾ വന്ന് പറയുകയാണ്, എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പം അവനെ ഹഗ് ചെയ്തിട്ട് അവൻ്റെ ഹെയർ എന്തോ ഇങ്ങനെ എടുത്തിട്ട് അതിനെന്തോ ചെയ്ത് അവൻ കാറിലിട്ട് ഇങ്ങനെ കുത്തുക പാവയിൽ. അപ്പം അവനെന്തോ തലവേദനിക്കുന്നതായിട്ടൊക്കെ, പിന്നെ അതെന്തോ വിളിച്ച് പറയുന്ന, കല്യാണമായെന്ന് വിളിച്ച് പറയുന്ന ഒരാളുടെ പറയുമ്പോഴത്തേനും, എടാ നിൻ്റെ നാളെ എന്തുവാടാന്ന് ചോദിക്കുമ്പോഴത്തേനും അതിലിട്ട് നാളറിഞ്ഞിട്ടായി കുത്തുമ്പോൾ അവൻ്റെ പ്രൈവറ്റ് പാർട്സിലാവും പിടിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് നടന്ന് വിളിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ അങ്ങനെ 1-2 ഇൻസിഡൻറ്റ്. ഓക്കെ, കൂടോത്രം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ കൂടോത്രം, ഇതുപോലെ തന്നെ മായാജാലം, ഇതൊക്കെ ആൾക്കാർ കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സാധനമാണ്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ സാധനങ്ങളും മറ്റുള്ളവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അടുത്ത തലമുറയെ വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാകരുത്.
ഒരിക്കലും അങ്ങനെ ആകരുത്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പം ഈ വീഡിയോ കണ്ടു, ഈ വീഡിയോ കണ്ടിട്ട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 2 പിള്ളേർ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയമായി എന്നിരിക്കട്ടെ, അവൻ്റെ മൈൻഡിൽ പെട്ടെന്ന് എന്തായിരിക്കും വരുന്നത്? ഈ കണ്ട കാര്യം. ഇവൻ പിന്നെ അടുത്ത് പാവ തപ്പി ഇറങ്ങാം, ആണി തപ്പി ഇറങ്ങാം, മുട്ട തപ്പി ഇറങ്ങും, പലതും തപ്പി അവൻ ഇറങ്ങിയെന്നിരിക്കും. എൻ്റെ ദൈവം, എന്തെങ്കിലും എക്സ്പേർട്ട് ആണോടി? ബാക്കിൽ ക്യാമറയുടെ ബാക്കിൽ ഇരുന്നിട്ട് ഒരാൾ പൂച്ചത്തല കോഴിത്തല ഇതൊരിക്കലും ഞങ്ങൾ പിച്ചിപ്പൂ ബുക്ക് സ്പ്രേ ഒക്കെ ആണുമായിരിക്കും. ഓക്കെ, എനിവേ, നിങ്ങൾ ഈ സാധനം ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡ് നിൽക്കുന്ന ഏതെങ്കിലും 2 വ്യക്തികൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ഈ സാധനം തപ്പാൻ ഇറങ്ങും. അവൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് നന്തങ്കോട് കൊലപാതകം, കേതൽ, വെട്ടിക്കൊന്നത് തന്നെ ശരിക്ക് ഈ ഒരു നെഗറ്റിവിറ്റി മൈൻഡിനകത്ത് കയറിയത് കൊണ്ടാണ്. അപ്പോൾ 2 ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരാൾക്ക് എന്തെങ്കിലും അവരാഗ്രഹിക്കുന്ന കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് ഫസ്റ്റ് വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്കകത്തൂടെ പോയി ഈ ചെറിയൊരു കണ്ടൻ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കിത് അറിയത്തില്ല ഒരു വ്യക്തിയുടെ ലൈഫിന് ഇത് എത്രത്തോളം കയറി ഇതാവുന്നു എന്ന്. ഇനി നിങ്ങൾക്കിത് ചെയ്യാം. ഇനി നിങ്ങൾക്കിത് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്നു, കൂടോത്രം ചെയ്യുന്നു, പാവയിൽ കുത്തുകയോ മുട്ടയിൽ വെക്കുകയോ പൂച്ചത്തലയോ കോഴിത്തലയോ എന്ത് സാധനം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വെക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ആ ചെയ്ത ആൾക്ക് ഒരു അപകടം പറ്റുന്നതായിട്ട് നിങ്ങൾ അതും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ കാണിച്ചു കൊടുക്കുക. നമ്മൾ ഒരാളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് തന്നെ വരും, നമ്മളെ തേടി വരും. അതിന് എത്ര തടയാൻ ശ്രമിച്ചിരുന്നാലും, അതിന് എത്ര നിങ്ങളിനി ഏതൊക്കെ മന്ത്രം കൊണ്ടോ ഏതൊക്കെ കർമ്മം കൊണ്ടോ നിങ്ങളുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷ പാരമ്പര്യമുള്ള എന്തൊക്കെ മന്ത്രങ്ങൾ കൊണ്ടും ടെക്നിക്സ് കൊണ്ടും നിങ്ങൾക്ക് തടയാനായിട്ട് നിങ്ങളൊരു പരിശ്രമം നടത്തിയിരുന്നാലും, നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തേടി വന്നേ പറ്റത്തുള്ളൂ. അത് വരിക തന്നെ ചെയ്യും. സോ നമ്മൾ ഒരു കാര്യം അപ്പുറത്തെ വ്യക്തികൾക്ക് അതെന്താ ചെയ്യുക, നമ്മൾ കൊടുക്കുമ്പോൾ അതിന് പോസിറ്റീവായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആഭിചാരം ആയിക്കോട്ടെ, ഒരു രണ്ടും ഒന്നല്ലേ, ആഭിചാരവും കൂടോത്രം ഒന്നല്ലേ, ഇത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ആഭിചാരം വേറെയാണോ? ഇതിൻ്റെ ബാക്കിലൊരു എക്സ്പേർട്ട് ഇരിപ്പുണ്ട്, എന്താണോ എന്ന് വേഷമാറയൊക്കെ വന്നിരിപ്പുണ്ട്. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന ഓരോ കണ്ടൻറ്റും ആൾക്കാർക്ക് നെഗറ്റീവ് വഴിയിൽ കൂടി അവർ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്നറിയോ, ഈ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അവരിങ്ങനെ ഓരോ പാർട്ട് വൈസ് ആയിട്ടായിരിക്കും ഓരോ സാധനങ്ങൾ ഇടുന്നത്. അത് അവരുടെ ഓരോ റീച്ചിനനുസരിച്ചായിരിക്കും അവരിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളിട്ട ആ ഒരു വീഡിയോ മാത്രം കാണും, അത് മാത്രം ചിലപ്പോൾ കണ്ടിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ അവർ ബാക്കി കണ്ടിട്ടില്ല. ചിലപ്പോൾ അതായിരിക്കും അവരെ മൈൻഡിൽ കിടക്കുന്നത്. അവർ ഫുള്ള് കണ്ടിട്ടില്ലായിരിക്കും. ആ ഒരു നിങ്ങൾ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യം മാത്രം കണ്ടെങ്കിൽ അത് അവരുടെ തലയിൽ കിടന്ന് ക്ലിക്കാവും. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് നിങ്ങളിപ്പം അത് അമ്മ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു, നിങ്ങൾക്കത് കുറച്ച് നാളൊരു ഹാപ്പിനെസ്സിലൂടെയും നിങ്ങളൊരു ജോയ് അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ നടക്കും. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ അടപടലം എല്ലാം വന്ന് തറയിലടിച്ച് നിങ്ങളിത് തിരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് അനുഭവിക്കേണ്ടി വരും. അത് തീർച്ചയാണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇത് ചിലപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി ഇടുന്നതായിരിക്കാം. പക്ഷെ എന്നാൽ പോലും അത് ചില സമയം ഈ ഫണ്ട് മാറി അവിടെ അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഈ ഫണ്ടിന് വേണ്ടി ഇങ്ങനെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അത് കാണുമ്പോൾ അവർ റീച്ച് കൂടാനോ ഒക്കെ ആയിരിക്കും, മില്യൺസ് ഓഫ് വ്യൂസ് വരും അങ്ങനെ ഇടുമ്പോഴത്തേക്കും. കാരണം ഒരുപാട് പേർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് നെഗറ്റീവ്ലി ആണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആൾക്കാർ അതെടുത്ത് പ്രാവർത്തികമാക്കാൻ. കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഒരേ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ മാത്രമല്ല, ഒരുപാട് മെൻറ്റാലിറ്റി ഒരുപാട് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം.
ഇപ്പോൾ ഈ ജനറേഷനിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ മാത്രമല്ല ഉള്ളത്, കഴിഞ്ഞ ജനറേഷനിലെ വ്യക്തികൾ കൂടെ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ജനറേഷനിലെ വ്യക്തികളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് വസ്തുവിൻ്റെ അതിര് തർക്കത്തിൽ പോലും മിണ്ടാതിരിക്കുന്ന ഫാമിലീസ് ഇന്നുമുണ്ട്. ഇപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ ഇൻഫ്ലുവൻസിൽ വളരുന്ന ആരെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന ബാഡ് ഇൻഫോർമേഷൻ ചിലപ്പോൾ അവരിയ്ക്കുന്നത് ഒരാൾക്കിട്ട് എന്ത് പണി കൊടുക്കാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്, ദേഷ്യത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴായിരിക്കും ഇവരുടെ വക ഒരു സാധനം അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ പതുക്കെ സ്നേഹം നടിക്കുന്നു, മുടിയെടുക്കാൻ നടക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയും പോകുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, വേറെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കോഴിത്തല, പൂച്ചത്തല, പാമ്പിൻ്റെ തല, പഴുതാരയുടെ തല, മുട്ട, ഞാനൊന്നും പറയുന്നില്ല, ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനെന്തോ സാധനം ചെയ്താൽ അതവിടെ ഭരിക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ മണ്ടന്മാരാക്കുന്ന മന്ത്രവാദികളും ഇതുപോലെയുള്ള പന്ന പരിപാടിയും കൊണ്ട് നടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. കാര്യം നിങ്ങൾ വരുന്ന ഒരു തലമുറയെ നിങ്ങൾ നശിക്കുന്നത്. കഴിഞ്ഞ തലമുറയെ നിങ്ങൾ ചീത്തയാക്കി. കാര്യം കഴിഞ്ഞ തലമുറയെ ചീത്തയാക്കിയെന്ന് പറയാനായിട്ട് ഞാൻ ജനിച്ചതും വളർന്നതുമല്ല ഒരു ഗ്രാമപ്രദേശത്തിലാണ്. അവിടെയുള്ളവരുടെ മെൻറ്റാലിറ്റി എന്താണെന്നറിയാം. എന്തെങ്കിലും ഒരു പിണക്കം വന്നു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി കൊണ്ടുപോകുന്നു, തേങ്ങ കൊണ്ടുപോകുന്നു. ഇവിടെ മനുഷ്യൻ അരയ്ക്കാൻ തേങ്ങയില്ല, ഒരു നാരങ്ങ കൊണ്ടുപോകുന്നു, നാരങ്ങയിൽ ചെയ്യുന്നു, മുളക് കറക്റ്റാ, നല്ല ചമ്മന്തി അരച്ച് കഞ്ഞിയും കുടിച്ച് വീട്ടിൽ കിടന്നുകൂടെ. എന്തിനാണ് ബാക്കിയുള്ളവിടെ? ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഇരുന്നോട്ടെ, ഒരാൾക്ക് എന്തെങ്കിലും നല്ല കാര്യം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു കാര്യമാണ്, അവൻ എനിക്ക് വേണ്ടി അത് ചെയ്തു, അപ്പൊ ഞാൻ ഇവന് വേണ്ടി ഇങ്ങനെ ചെയ്താൽ അവനും നശിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു, ശരി, നിങ്ങൾ അതിന് തിരിച്ചു ചെയ്യാൻ പോയി നിങ്ങളും അവനും തമ്മിൽ വ്യത്യാസമില്ല. അവൻ ചെയ്ത കാര്യം അവ അനുഭവിക്കട്ടെ. നിങ്ങളും കൂടെ ചെയ്യാൻ പോയി എന്തിനാണ്? നിങ്ങൾ അവൻ ചെയ്തതും അനുഭവിക്കണം, നിങ്ങൾ ചെയ്തത് നിങ്ങൾ എന്തിനാണ് അതിന്റെ ആവശ്യം? മാത്രമല്ല, മുമ്പ് പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഈ കൂടോത്രങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാലും തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്യും. എടാ അത് അങ്ങനെയാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ്. ഇപ്പം ഭൂമിയിൽ നിന്ന് പോട്ടെ, ഇനി അത് ഏതൊക്കെയോ സയൻസ് ഇപ്പം മാറ്റിയൊക്കെ പറയുന്നുണ്ട്, അവിടെ ഓൾറെഡി എന്തോ ഉണ്ടെന്നും ഇങ്ങോട്ട് വരുന്നെന്നും. ഞാൻ പഠിച്ചത് വെച്ചാൽ പറയുന്നത്, ഇവിടുന്ന് കടലിൽ ഉള്ള വെള്ളവും ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നൊക്കെ ഉള്ള വെള്ളം മുകളിലേക്ക് പോയി നീരാവിയായിട്ട് പോയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് തന്നെ വരണം, തിരികെ വെള്ളമായിട്ട് തന്നെ വരണം. ഒരു വിത്ത് മണ്ണിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അത് മുളച്ചേ പറ്റത്തുള്ളൂ. അത് മുളയ്ക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ മുളച്ചേ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞതുപോലെ അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. എന്താണോ അത് ഒരു മനുഷ്യനായിക്കോട്ടെ, ഒരു കൂട്ടം വ്യക്തികളായിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളെ തേടി വന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ രണ്ട് സൈഡുണ്ട്. അതിൽ ഒന്ന് പോസിറ്റീവ് സൈഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ഞാനിപ്പം നെഗറ്റീവ് സൈഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. പോസിറ്റീവ് സൈഡ് വേറൊരു വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ ശരിക്ക് നാള്, ഊര്, പേര്, ജാതകം ഇതെല്ലാം വെച്ചിട്ട് ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന ഇതുപോലെയുള്ള വിവരദോഷികളായിട്ടുള്ള മന്ത്രവാദികൾ, നിങ്ങളിവിടെ നിന്ന് പടിയടച്ച് വിണ്ടം വെക്കേണ്ട ടൈം കഴിഞ്ഞു. ഒരു തേങ്ങയും കൊണ്ട് കൂടോത്രം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൻ പറയണം കൂടോത്രമാണോ കൂടോത്രം അല്ലേ? ഓക്കെ, ഒരു തേങ്ങയും യന്ത്രം ഓക്കെ. ഈ കൂടോത്രത്തിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയും കൊണ്ട് പോകുന്നതിൻ്റെ അടുത്ത് പച്ചയ്ക്ക് മുഖത്ത് നോക്കി രണ്ടെണ്ണം പറഞ്ഞിട്ട് പോയി ചെന്ന് ചമ്മന്തി അരച്ച് കഴിക്കടാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആൾക്കാരുടെ വികാരങ്ങളെ വിറ്റ് കാശാക്കുന്ന ചില സ്വാമിമാരുണ്ട്. ക്ഷമിക്കണം, ഞാൻ എവിടെയും കണ്ടാൽ ഞാൻ അടിക്കും. അങ്ങനെ ആൾക്കാരുടെ അകത്തേക്ക് നെഗറ്റിവിറ്റി ഇൻജെക്റ്റ് ചെയ്യുന്ന ആരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിച്ചിരിക്കും. ഓക്കെ, ഞാൻ വളർന്ന നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്, വന്നിരുന്ന് കരയുന്നുണ്ട്. എൻ്റെ വീട്ടിനകത്ത് തന്നെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു തേങ്ങ കൊണ്ടുവന്ന് ഞാൻ നോക്കിയപ്പോൾ തേങ്ങയുടെ പുറത്ത് മഞ്ഞൾപ്പൊടി, അടുക്കളയിലിരിക്കുന്ന തേങ്ങയുടെ പുറത്ത് മഞ്ഞൾപ്പൊടി വീഴും, മുളക് പൊടി വീഴും. അതിനെ പിന്നെ അത് കൂടെ നിന്ന് ആരോ എന്തോ ചെയ്തെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്കൊരു ഒരാളുണ്ടായിരുന്നു, എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സാറ് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ, ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലായിരിക്കും,
ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിലും എൻ്റെ വീട്ടുകാരെന്ത് ചെയ്യും, കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തെങ്കിലും കൂടോത്രം ചെയ്യാം, ബാക്കിയെല്ലാം ചെയ്യാൻ പോകും. കോവിലിലോ അല്ലെങ്കിൽ എന്തിന് പോകും. എന്നിട്ട് പറയും, അവിടെ ചെന്നിട്ട് പറയും എനിക്കെല്ലാം കിട്ടണേ, എനിക്കെല്ലാം തരണേ, എനിക്കെല്ലാം കിട്ടണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും. പക്ഷെ ആ പൈസ ഉണ്ടാക്കി നീ കടം തീർത്തിട്ട് മിണ്ടാതിരി എന്നല്ല, അത് പോയി ബാക്കിയുള്ളവർക്ക് എല്ലാം ചെയ്ത് എല്ലാം വച്ചിട്ട് അവിടെ തന്നെ ചെന്ന് പറയും എനിക്ക് തിരിച്ചു കിട്ടണേ, എനിക്ക് തിരിച്ചു കിട്ടണേ, എനിക്ക് തിരിച്ചു കിട്ടണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും അപ്പോഴും ഇവർ ടെൻഷൻ കൊണ്ടാണ് അടുത്ത മാസം ലോൺ അടയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യും, എന്ത് മാർഗം തേടും എന്നാ പോകുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. സാധാരണ ഇതുവരെ പരിചരിച്ച് വന്ന നാട്ടുകാരുടെ സ്വഭാവം. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് ലക്ഷക്കണക്കിന് വ്യക്തികളെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു കണ്ടൻറ്റ് വെക്കുമ്പോൾ ആ കണ്ടൻറ്റിനകത്ത് നിങ്ങൾ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മറുവശം കൂടെ നിങ്ങൾ അതുപോലെ ഈക്വലി ഹൈലൈറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും. കൂടോത്രത്തിൻ്റെ ചെയ്തോ വിഷയമില്ല, ആഭിചാരത്തിൻ്റെ ചെയ്തോ വിഷയമില്ല. പക്ഷെ ആഭിചാരത്തിൻ്റെ ചെയ്യുമ്പോൾ ആഭിചാരം, അതായത് ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരുവൻ അവൻ ഫൈനലി അനുഭവിക്കേണ്ടതും കൂടെ ചേർത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ കിട്ടും, കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും, കുറച്ചുകൂടെ ആൾക്കാർക്കത് ഞാനിതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് തിരികെ പണി കിട്ടും എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെറിയ എന്താണ് മുറിമരുന്ന് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം വെച്ച് ഒരു റീച്ച് ഉണ്ടാക്കാതിരിക്കുക. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. പിന്നെ ഇനി ആഭിചാര ക്രിയകളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട്, അതായത് ആഭിചാരക്രിയ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ട്, ആ വ്യക്തികൾ അതെൻ്റെ ഞാൻ ഈ പറഞ്ഞത് കണ്ടു എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയി ചെന്ന് പണി നോക്കും. നിങ്ങൾ പറ, അടുത്ത സബ്ജക്റ്റ് ഏതാ? കുഞ്ഞുങ്ങളുടെ സംസാരം അതാണ് സംസാരിക്കാം. ഓക്കെ, ഇത് പാരന്റിങ്ങിന് റോങ് ആയിട്ട് കൊണ്ടുപോകുന്ന പാരന്റ്സിനിട്ട് ഒരു അടി തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ അടിക്കണം? പച്ച മടല് വെട്ടി തന്നെ അടിക്കണം. അങ്ങനെ തന്നെ എനിക്ക് പറയുന്നത്. കാരണം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ചില റീൽസുകളുണ്ട്, കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള റീൽസുകളാണ് ഇപ്പം കുറേ പേര് പോകുന്നത്. റോങ് പാരന്റിങ് എന്ന് പറയുമ്പോൾ ഞാൻ നെഗറ്റീവ്, റോങ് പാരന്റിങ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ റോങ് എന്താണ് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നത്. പക്ഷെ നല്ല പാരൻസും ഉണ്ട്, അതിനെ ഞാൻ പറയണമല്ലോ. നല്ല പാരൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇത് 1 വയസ്സിലും 1.5 വയസ്സിലും കുഞ്ഞുങ്ങൾ എന്താണ് റെക്കോർഡുകൾ നേടുന്ന മക്കളുകളുണ്ട്. അവർ ഫോൺ യൂസ് ചെയ്യാതെ അവർ ഓരോ പിക്ചർ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടാണ് അവർ ഓരോന്നിനെയും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വളർത്തുന്ന നല്ല പാരൻസും ഉണ്ട്. അപ്പോൾ ഈ റോങ് പാരന്റിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ മക്കളെ വെച്ചിട്ട് എന്തിനാണ് ഈ റീച്ച് ഉണ്ടാക്കാൻ പറയുന്നത്? മക്കളെ വെച്ച് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാകും. കാരണം നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടി, നിങ്ങൾ ജനിപ്പിച്ചു, നിങ്ങൾക്ക് ഒരു 18 വയസ്സ് വരെ മക്കളിലുള്ള അധികാരം നിങ്ങൾക്ക് തന്നെയാണ്, അല്ലാതല്ല. പക്ഷേ ആ മക്കളുടെ നല്ല കാര്യങ്ങളെ ഇട്ട് നിങ്ങൾ റീച്ച് ആകുമ്പോൾ പാരൻസിനും അത് എവിടെ ചെന്നാലും ഒരു വാല്യൂ ഉള്ള കാര്യം. ഞാൻ അതാണ് പറയുന്നത്, മക്കളിൽ പെർഫെക്ഷൻസും ഉണ്ട്, ഇംപെർഫെക്ഷൻസും ഉണ്ട്. ആ ഇംപെർഫെക്ഷൻസിനെ നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ എടുത്ത് കാണിച്ച് അതിൽ നിങ്ങൾ റീച്ച് ഉണ്ടാക്കാനല്ല നിങ്ങൾ നോക്കേണ്ടത്. ആ ഇംപെർഫെക്ഷനെ മക്കളെ അടുത്തിരുത്തി മാറ്റി അവരെ അതിൽ നിന്ന് പെർഫെക്റ്റ് ആക്കി നിങ്ങൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ബി എ ഗുഡ് പാരന്റ്. യെസ്, ആ 1-2 എക്സാമ്പിൾ കൂടെ പറഞ്ഞു കൊടുത്തടാ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇടയ്ക്ക് നമ്മളിപ്പോൾ കാണുന്ന വീഡിയോസിൽ തന്നെ ചിലർ കൂട്ടുകാരന്മാരുടെ ഇടയ്ക്കുള്ള ഇത് തള്ളുകൾ ഇവർ വീഡിയോ ഇടും. വീഡിയോ ആയിട്ട് പാരൻസ് ഇടുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, നീ പോടാ, നീ പാടാ, അത് നോർമൽ ടോക്കാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വൾഗറായിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇടയ്ക്ക് 1-2 വീഡിയോ കണ്ടതിൽ പാരൻസ് ഈ പിള്ളേരെ പ്രൊവോക്ക് ചെയ്യുന്ന ചില വീഡിയോസുണ്ട്, നെഗറ്റിവിറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രം. അതിൽ ഒരു കുഞ്ഞിനെ ട്യൂഷൻ എടുക്കുമ്പോഴത്തേന് ആ കുഞ്ഞ് പറയുന്നത് കണ്ണിലിട്ട് കുത്തിത്തരും, സംതിങ് വേർഡ്സ് പറയുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ കുഞ്ഞിനെ കുറേ ആൾക്കാർ അവരുടെ മൈൻഡിനകത്തു നിന്ന് വരുന്ന നെഗറ്റിവിറ്റിയും കൂടെ നിങ്ങളുടെ കുഞ്ഞിനെ വന്ന് ഹിറ്റ് ചെയ്യത്തുള്ളൂ, അല്ലേ? ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ആ സംസാരത്തിനെതിരാണ്. അപ്പം ഞങ്ങളുടെ മൈൻഡിനകത്ത് തന്നെ എന്തുവാ എന്ന് പറയുമ്പം ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികളുടെ ഉള്ളിൽ നിന്നിട്ടൊരു നെഗറ്റീവ് ഫ്രീക്വൻസി വരും.
അത് പറയുന്നത് കുഞ്ഞുങ്ങള് തെറ്റാണെന്നോ അങ്ങനെയല്ല പറയുന്നത്. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അച്ഛനോ അമ്മയോ വീട്ടിൽ സംസാരിക്കുന്ന വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്കൂളിലോ അവിടെ പോയ വാക്കുകളായിരിക്കും കുഞ്ഞുമക്കളെല്ലാം ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞതും കണ്ടതും എടുത്തതും പലയിടത്തുനിന്ന് കേട്ടതും പറഞ്ഞതും എല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുമക്കൾ പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അത് അവരൊരു ടൈം യൂസ് ചെയ്യുമ്പോൾ will be warning. അതിന് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളൊരു വാർണിംഗ് കൊടുക്കണം. സോ ബ്രേക്ക് ചെയ്യേണ്ട സാധനത്തിന് കുഞ്ഞുമക്കളിൽ നിങ്ങളത് ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ അതിനെ ഒരിക്കലും നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാക്കി നിങ്ങൾ മാറ്റാതിരിക്കുക, ദയവേത് മാറ്റാതിരിക്കുക. ഇപ്പോൾ അച്ഛനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്, അമ്മയെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്, അതൊന്നും ഞങ്ങൾ എതിര് പറയുന്നില്ല കേട്ടോ. അത് അപ്പനും മക്കളും തമ്മിലുള്ള ഒരു ഭയങ്കര ഒരു ബോണ്ടിങ്, ഒരു ഇൻറ്റിമസിയാണ്, അതിൽ ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കാനും ആ സംസാരം പബ്ലിക്കിലിടാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് തന്നെ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം കൊടുക്കാത്തത് 18 വയസ്സിലൊന്നും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. എക്സാമ്പിൾ പറയട്ടെ, എനിക്ക് അറിയാവുന്നുള്ള എത്രയോ പിള്ളേരുണ്ട്, കുഞ്ഞിലെ ചില പിള്ളേർ പട്ടി എന്ന് വിളിക്കും. അപ്പോൾ പാരൻസ് പറയും, അയ്യോ അങ്ങോട്ട് നോക്കാം അവൻ എന്തോ വിളിച്ചെന്ന്. പിന്നെ അവനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിക്കാൻ വേണ്ടി അവനെ കൊണ്ട് വിളിപ്പിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവനെ ഉപദ്രവിക്കാൻ നിൽക്കും. യാതൊരു കാര്യവും ഒരിക്കലും നിങ്ങൾ വാൺ ചെയ്യണം. അവൻ്റെ അറിവുള്ള പ്രായത്തിൽ നിങ്ങൾ അവൻ പറയുമ്പോൾ അവനെ വാൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അവൻ്റെ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അതും വാൺ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. നാളെ അവൻ്റെ ഒരു സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവൻ എങ്ങനെ പറഞ്ഞാലും അപ്പോഴും അവന് നല്ല രീതിയിൽ അവരെടുത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വിളിക്കാൻ പാടില്ലടാ, അത് തെറ്റാണ്. ഈ പാരൻറ്റിങ്ങിൻ്റെ എഫക്റ്റ് എവിടെ നിന്ന് അറിയാൻ പറ്റുമെന്നറിയോ? നമ്മളിപ്പോൾ ഈ ട്രിവാൻഡ്രത്താണ്. ഈ ട്രിവാൻഡ്രത്തുള്ള ഏതെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പോയി ചെന്ന് നിൽക്കുമ്പോൾ ഈ പിള്ളേരുടെ കൾച്ചർ നമുക്കറിയാൻ പറ്റും. വായിൽ നിന്നിട്ട് വരുന്ന വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അഭിസംബോധന ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡ് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ പോയാൽ പോലും ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ കുട്ടികൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന വേർഡ്സാണ്. അത് മാത്രമല്ല, ഈ തിരുത്താൻ പോകുന്ന അധ്യാപകരെ പോലും എന്തുവാണ് കടന്നാക്രമിക്കുന്ന ഒരു രീതിയിലായി അവരുടെ മെൻറ്റാലിറ്റി വളരും. ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോഴത്തേക്കും അവരെ ടീച്ചേഴ്സിനൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇവരെ ഇൻജക്ട് ചെയ്ത് വച്ചേക്കുന്ന രീതി ആ ഒരു ടൈപ്പാണ്. ഇതെവിടെ നിന്നാണ് തുടങ്ങിയത്? ഫാമിലി പാരന്റിങ്ങിൽ നിന്ന് തുടങ്ങിയതാണ്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, അടയ്ക്കാണെങ്കിൽ നമുക്ക് മടി വെക്കാം, അടയ്ക്കാൻ മരമായാൽ നമുക്ക് മടി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അടയ്ക്കാൻ മരമായിട്ട് ഞാൻ അവന് അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ ഞാൻ തിരുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, യാതൊരു കാര്യമല്ല. അടക്കയിൽ തന്നെ അത് നിങ്ങളുടെ മടിയിൽ ഇരിക്കുന്ന പ്രായത്തിൽ തന്നെ നിങ്ങൾ അതിനെ തിരുത്തി വെട്ടി അവരെ മാറ്റി നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മരമായി കഴിഞ്ഞാൽ അവരെന്ത് ആവട്ടെ, നിങ്ങൾക്ക് ചെയ്യേണ്ട കടമയാണ്, അത് നിങ്ങൾ ചെയ്യും, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, അത് നിങ്ങൾ പെർഫെക്റ്റ്. പിന്നെ അവരിൽ നിന്ന് അത് അവരെന്തോ എന്തായാലും അത് അവർ തിരഞ്ഞെടുത്ത വഴി. അതെ അതെ, നിങ്ങൾക്ക് ആ തിരഞ്ഞെടുത്ത വഴിയും നിങ്ങൾ ആദ്യം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ ടൈമും നിങ്ങൾക്ക് ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവരെ ഉപദേശിക്കാം, തിരുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാ പാരൻസിൻ്റെ അടുത്തും അല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സിനോടാണ് സംസാരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഇവരെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു മക്കളെ ഇട്ട് വീഡിയോ ഇടും, ആദ്യം ഇട്ടിട്ട് മാർക്കറ്റ് ചെയ്യരുത് എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളെ വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരൻസിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നെഗറ്റിവിറ്റി പറയിപ്പിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത് ഇതുമായിട്ട് ക്ലബ് ചെയ്ത് വരുന്ന മറ്റൊരു സബ്ജക്റ്റാണ് പാർവതി. എൻ്റെ ടോപ്പിക് എനിക്ക് ആ ഒരു തോട്ട് വന്നത്, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ വരുന്ന കണ്ടൻ്റൊക്കെ ഈ തെറിവിളിയുടെ കണ്ടൻ്റാണ്. അതായത് പണ്ട് നമ്മൾ തെറിവിളി എന്ന് പറയുമ്പോൾ നോർമൽ നമുക്ക് തെറിവിളിയെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നോർമൽ തെറിവിളിയുണ്ട്, അതായത് നോർമലി നമ്മൾ തെണ്ടി, ഇത് നോർമലി യൂസ് ചെയ്യുന്ന വാക്കാണ്. നമ്മൾ കുഞ്ഞിലെ എങ്കിൽ പോലും നമ്മൾ പതുക്കെ അത് പറയത്തുള്ളൂ, മനസ്സിലേ പറയത്തുള്ളൂ. അതിലും വലിയ വലിയ ആൾക്കാർ വലിയ ആൾക്കാരെന്ന് പറയുമ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട്. ഈവൻ അതേ ലൈംഗിക ചുവ ചേർന്നിട്ടുള്ളതാവാം,
മറ്റു ഭയങ്കര അല്ലേ ചുവയെന്നല്ലേ ചൊവ്വാന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇല്ല. ഓക്കെ ലൈംഗിക ചുവയുള്ളത് മറ്റു ഒരു എന്താണ് ബുള്ളി ചെയ്യുന്ന ടൈപ്പാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ എന്തുവാണ് നോർമലൈസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇതുവരെ ഒരു 2 years ബാക്ക് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഡബ് സ്മാഷ് പോലത്തെ ഇപ്പോൾ ഏതെങ്കിലും മൂവിയുടെ കണ്ടന്റ് എടുത്തിട്ട് അതിനെ ഡബ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം വിളിക്കുന്നവർക്കാണ് ഇപ്പോൾ ഡിമാൻഡും മാർക്കറ്റും. അവരെ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് അവരെ അങ്ങ് എന്താണ് സെലിബ്രിറ്റി വൈബിലേക്ക് കൊണ്ടുപോവാണ്. എന്തിനാണ് അത് അവരെ ഇപ്പോൾ തെറി വിളിക്കുന്നത്? എന്താണ് അതിൽ കിട്ടുന്നത്? നെഗറ്റീവായിട്ടല്ലേ അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഒരു ഏജ് ഗ്രൂപ്പ് മാത്രമല്ല. ഇപ്പോൾ ഒരു അഡൾട്ട് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം എവിടെ പറയണ്ട എന്നറിയാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഓഫീസിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത്, ഒരു ഇൻറ്റിമസി ടൈമിൽ സംസാരിക്കുക, അങ്ങനെ പല ഇതുമുണ്ട്. അപ്പോൾ പക്ഷേ കുഞ്ഞുങ്ങൾക്കത് അറിയത്തില്ല. അറിയത്തില്ല. കുഞ്ഞു മക്കൾക്ക് അത് എന്താണെന്ന് പോലും അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ടൈപ്പ് കൾച്ചർ ആണെന്ന് അറിയത്തില്ല. നമ്മൾ ചിരിച്ച് കളയുന്ന പല കാര്യങ്ങളുടെ പിന്നിലും സീരിയസ് ആയിട്ടുള്ള ഒരുപാട് മാറ്റേഴ്സ് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്ന് പറയുമ്പോൾ ഇവര് ഇപ്പം നമ്മളായാലും ഓരോ റീലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തെറിയായിട്ടുള്ളതുണ്ട്, പല ടൈപ്പ്. അതായത് തെറിയായിട്ടുള്ള കണ്ടന്റ് എങ്ങനെയൊക്കെ വരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, ഗെയിമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പല പേരിലുണ്ട് അവർ, ഞാൻ പറയുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗെയിമേഴ്സ് എന്ന് പറഞ്ഞു അവരിരുന്നിട്ട് ഇങ്ങനെ ബുള്ളി ചെയ്യുവാണ് ആൾക്കാരെ. എന്ന് പറയുമ്പോൾ ബുള്ളി ചെയ്ത് അങ്ങ് ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും ചീപ്പായിട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഒരു ഗെയിമർ മാത്രമല്ല, പല ഗെയിമേഴ്സും. അതിന്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവരിങ്ങനെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ചീത്ത പറയുന്നുണ്ടല്ലോ, പച്ചയ്ക്ക് ചീത്ത പറയുന്നുണ്ടല്ലോ, ഇവർക്കിതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇവര് ഓക്കെ അതിനെന്താ ഞാനൊരു വാക്കല്ലേ പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതേ തെറി വഴി കൂടെ പോകുന്ന ഒരാൾ നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചാൽ നിങ്ങൾക്കത് സഹിക്കുമോ? ഇവർക്കത് സഹിക്കത്തില്ല, ഇവർക്ക് ദേഷ്യം ഉണ്ടാക്കും. അതെ, അതായത് തെറി പറയുന്ന മാത്രമല്ല, അതിലൂടെ ഇപ്പോൾ ഒരാളെ മാത്രമല്ല പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ പറയും, ഒരു കമ്മ്യൂണിറ്റിയെ പറയും. സോഷ്യലി എന്താണ് അതാ പറഞ്ഞ്, അതായത് ഒരാളെ ആ പറയുന്ന ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന വ്യക്തിയല്ല അത് ബാധിക്കുന്നത് ഒരു ഹോൾ കമ്മ്യൂണിറ്റി ആയിരിക്കാം. അതുപോലെ തന്നെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതാണെങ്കിലോ കുഞ്ഞു കുട്ടികളുമാണ്. അതായത് കാർട്ടൂൺ അത് പറയേണ്ട ഒരു കാര്യം. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാർട്ടൂൺ കൂടുതലും അഡിക്റ്റ് ആവുന്നത് കുഞ്ഞു മക്കളാണ്, അല്ലേ? ഇപ്പം നമ്മളായാലും കാർട്ടൂൺ കണ്ടാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യും. പക്ഷെ കുഞ്ഞു കുട്ടികൾ ഇത് നോക്കും. പക്ഷെ ഇന്ന് കാർട്ടൂണിലൂടെ ടോക്സിസിറ്റിയാണ്. കാർട്ടൂണിൽ പോലും അതിൽ ഒരു പ്രത്യേക വോയിസ് മോഡുലേഷൻ വെച്ചുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വോയിസ് കേൾക്കുന്ന ഇഷ്ടമല്ല, പെയിലല്ല എന്ന് പറഞ്ഞാൽ കാർട്ടൂണിൽ പ്രത്യേക വോയിസ് മോഡുലേഷൻ, ഒരു അരോചകമായിട്ടുള്ള ഒരു ശബ്ദം, അതായത് ഒരു എന്താ പറയുക, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, അത് എങ്ങനെ കൊടുക്കുന്നു എന്നും അറിയത്തില്ല. പക്ഷെ ആ വോയിസ് മോഡുലേഷൻ കൊടുക്കാം. അതിലൂടെ പോസിറ്റീവായിട്ട് ആ ഉള്ള കാർട്ടൂണിലെ ഒറിജിനൽ വോയിസ് തന്നെ നമുക്ക് ആ ഒരു വേറൊരു വോയിസ് മോഡുലേഷൻ കൊടുക്കാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആ വോയിസിൽ, അതായത് നമ്മൾ തമാശയായിട്ട് പണ്ടൊക്കെ നമ്മൾ തമാശയായിട്ട് ഈ മഞ്ചാടി എന്നൊക്കെ പറയുന്ന കാർട്ടൂണൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയും അല്ലാതെ ഈ ടോം ആൻഡ് ജെറിയിലൂടെയൊക്കെ കണ്ട് ആ ഒരു ഇതിൽ നമ്മൾ എൻജോയ് ചെയ്ത കാര്യത്തെ ഇന്ന് കുട്ടികളുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തെറിയാണ്. അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും അച്ഛൻ്റെ അച്ഛനും എല്ലാവരെയും വിളിക്കുന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞത്, തെറി ഈ ഒരു ദേഷ്യത്തിൽ മാത്രമല്ല, അതിൽ ലൈംഗിക ചൊവ്വ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെറിവിളികൾ. പക്ഷേ ഇത് ഇപ്പം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തെറിവിളികൾ കേൾക്കുവാണെങ്കിൽ കണ്ടിട്ട് അങ്ങ് കളയും, ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല എന്ന് വയ്ക്കാം. പക്ഷേ കുഞ്ഞു കുട്ടികൾ അങ്ങനെയല്ല, ഇത് കേട്ട് വയ്ക്കും.
ഇതിൽ പറഞ്ഞല്ലോ, അപ്പോൾ ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്കും അത് പറയാം, നമുക്കും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു രീതി. അതായത് ഒരു നോർമലൈസ് ചെയ്യുന്നു, നെഗറ്റീവിനെ നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഡിസ്റെസ്പെക്റ്റ്, ആൾക്കാരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിനെ, ഇൻസൾട്ട് ചെയ്യുന്നതിനെയൊക്കെ ഒക്കെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാക്കി വെക്കുന്നു. ഈ ഒരു 2 വർഷത്തിനിടയിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഈ പറയുന്ന വോയിസ് മോഡുലേഷൻ ചേർന്ന കാർട്ടൂൺസ് ഈ ഒരു പർട്ടിക്കുലർ പീരീഡിലാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ അതിൽ വരുന്ന ആ കണ്ടന്റിലൂടെ അല്ലെങ്കിൽ ആ കാർട്ടൂൺ ചെയ്യുന്ന നല്ല റീച്ചാണ്. അതിൻ്റെ താഴെ വരുന്ന കമന്റിൽ ഒന്നുപോലും ഇത് നെഗറ്റീവാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കമന്റ് പോലും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും അതിൽ പറയുന്ന ഇപ്പോൾ ഒരു വാക്ക്, ആ വാക്ക് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പോച്ചും താവച്ചും ഒക്കെ ഉള്ള വാക്ക്, അതെടുത്തിട്ട് സ്മൈലി, മറ്റേ ഇമോജി, ചിരിക്കുന്ന ഇമോജി, കണ്ണിൽ കൂടെ വെള്ളം വരുന്ന ഒരു ഇമോജി, ചിരിക്കുന്ന ഇമോജി, അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, അല്ലേ? ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ ഇത് കുട്ടികളെടുത്ത് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്നു. ചില കുട്ടികളുടെ വീഡിയോ, ഇപ്പോൾ രേവതി നേരത്തെ പറഞ്ഞ പോലെ പാരന്റിങ്ങിൻ്റെ പറഞ്ഞതുപോലെ കുട്ടികളിത് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്നു. ഈ വേർഡ്സ്, അതിന്റെ മീനിങ് എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അടുത്ത ജനറേഷന് വെളിച്ചം വീശേണ്ട വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അടുത്ത ജനറേഷനെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിക്കുന്നത്. അതെ, എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എൻ്റെ ഫീൽഡിൽ നോക്കുമ്പോഴത്തേക്കും ഇത് തന്നെയാണ്. ഇപ്പം ഗെയിമേഴ്സ് ആണെങ്കിൽ പോലും ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമേഴ്സിൻ്റെ കാര്യം പ്രത്യേകം പറയുവാണെങ്കിൽ പബ്ലിക്കായിട്ടിരുന്ന് ഇവർ തെറിയാണ് പറയുന്നത്, അങ്ങേ അറ്റമുള്ള തെറികൾ. അതായത് ഇപ്പോൾ ചില ബോഡി പാർട്സിനെ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നു, പേരിൽ പറയും നമ്മൾ നോർമലി ആ പേര്, മറിച്ച പേര്, അങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്ന ആൾക്കാരെ എന്ത് ചെയ്യുന്നറിയോ, സെലിബ്രിറ്റീസായിട്ട് കോളേജസിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവരെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവിടെ? അവർ പറയുന്ന മറ്റൊരു ന്യായം എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു 4-5 അക്ഷരം ചേർത്ത് വെച്ച് വിളിക്കുന്ന തെറിയെ നിങ്ങളുടെ വശത്തില്ലേ, നിങ്ങളുടെ ബോഡിയിലില്ലേ, നിങ്ങൾ അതൊരു ചീത്ത സാധനമാണോ? നിങ്ങൾ പിന്നെ എന്തിനാ അതിനെ ചീത്തയായിട്ട് കാണണം എന്നുള്ള രീതിയിലുള്ള ന്യായീകരണമാണ് വെക്കുന്നേ. എന്നാൽ ഈ ന്യായീകരണം വെക്കുന്ന ഒരുത്തൻ്റെ മുഖത്ത് പോയി ചെന്ന് മറ്റൊരാൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, അയാളെ ഹേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്താണ് പബ്ലിക്കിന് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കുക. ചേഞ്ച് ആവാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ടിൽ, ശരിക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ നിങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ കാണും, ഞാൻ പെട്ടെന്ന് എൻ്റെ ഈ പാറ്റേൺ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫോളോവേഴ്സ് കുറയുമോ എന്ന്. ഇല്ല, നിങ്ങൾക്ക് ഫോളോവേഴ്സ് കുറഞ്ഞിരുന്നാലും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് കൂടും. ഒരു 1 മില്യൺ നിങ്ങളുടെ തെറിവിൽ കേട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉള്ളതിനേക്കാളും 1000 നിങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളുള്ളതാണ് ഏറ്റവും അസറ്റ് എന്ന് പറയുന്നത്. അതെ, എൻഡ് ഓഫ് ദി ഡേ എന്തുവാണ് മറന്നുപോയി. അല്ല എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ഈ നമ്മൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, തെറി പറയുന്നതായിട്ട് ആയിക്കോട്ടെ, ഇതെല്ലാം വന്ന് നമ്മളെ തന്നെ ഹിറ്റ് ചെയ്യും, നമ്മളെ തന്നെ. ഇപ്പോൾ ഒരു സമയത്ത് ടിക്ടോക്ക് ബാൻ ചെയ്തതുപോലെ എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങൾ ബാൻ ചെയ്ത ആൾക്കാർ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാ ഇതോ ഇൻസ്റ്റഗ്രാമിൽ തെറി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ പോകുന്നത് പേരറിയില്ലെങ്കിലും എങ്ങനെയാണ് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങളെ അറിയപ്പെടണോ അതോ നിങ്ങൾ നല്ല കാര്യങ്ങൾ കൊടുത്ത് അങ്ങനെ നിങ്ങൾ അറിയപ്പെടണോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. ഇത് രണ്ടും ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു കൾച്ചർ ഡെവലപ്പായി വരും. അതായത് നോർമലി നമുക്കൊരു ഇപ്പോൾ എന്ത് ടൈപ്പ് കൾച്ചർ ആണെങ്കിൽ പോലും, വെസ്റ്റേൺ കൾച്ചർ ആയിക്കോട്ടെ, ഇന്ത്യൻ എന്ത് ടൈപ്പ് കൾച്ചർ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്യൂട്ടിഫുൾ കൾച്ചർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസോട് കൂടിയിട്ടുള്ള ഒരു കൾച്ചർ, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാതിരുന്നാലോ? എല്ലാത്തിലും ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് ഈ കാർട്ടൂണിൽ വരുന്ന തെറികൾ മാത്രമല്ല, കമൻറ്റ് ബോക്സ് തെറികളുണ്ട്. അതുപോലെ എന്തുവാണ് ഈ പറയുന്ന ഗെയിമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാമല്ലോ, ഗെയിമിലൂടെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷേ എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള എന്തുവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു അതിപ്രസരം തെറിവഴിയുടെ. അതുപോലെ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഈ വ്ളോഗേഴ്സ് എന്ന് പറയുന്നവർ, എല്ലാവരും അല്ല,
ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഒരു ഞാൻ റീലെങ്ങാണ്ട് കണ്ടാണ് ഒരു പേഴ്സൺ ഇങ്ങനെ പോയിട്ട് കുഞ്ഞു പിള്ളേരോടാണ് ചോദിക്കുന്നത്, കുഞ്ഞു 10ഉം എന്തുവാണ് +2 10 അവരെ ശരിക്കും അവർ സ്റ്റുഡൻസ് ആണ്, അഡൽട്ട്ഹുഡിലോട്ട് പോയിട്ടില്ല, സ്റ്റുഡൻസ് ആണ്. അവരോട് നിന്റെ പഴയ കാമുകിയെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? ആ ഇങ്ങനെ പോയി കുഞ്ഞു പിള്ളേരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരങ്ങളുണ്ട്, എൻ്റെ അമ്മേ. അവർ പറയുന്ന ഒരു പേഴ്സണെ ചിലപ്പോൾ കുഞ്ഞു പ്രായത്തിലുണ്ടായ ഇഷ്ടങ്ങളായിരിക്കാം, എന്നാലും ആ വ്യക്തി പോകുമ്പോൾ ആ വ്യക്തിയെ പറ്റി പറയുന്ന നെഗറ്റീവ്, ഇപ്പം നമുക്കും തേപ്പും മറ്റും ഒക്കെ കിട്ടിയിട്ടുള്ളവരായിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങൾ അറിയാമോ, നിങ്ങളുടെ എക്സിന് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ അതിന് വന്ന മറുപടി എന്ന് പറഞ്ഞ നിങ്ങളുടെ എക്സിന് 2 പെൺകുട്ടികളുടെ അടുത്ത് ചോദിച്ചത് ഒരാള്, നിങ്ങളുടെ എക്സിന് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആ കുഞ്ഞിനെ എന്ത് വിളിക്കും? ഭയങ്കര വൾഗർ പേര്. ആ പിള്ളേര് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടാണ് പറഞ്ഞത്. അതിന് ഈ ചോദിക്കുന്നവനുണ്ടല്ലോ, അവൻ മണ്ടനാണോ? ഞാനും ആ ഒരു പേഴ്സണെ പറ്റി പറഞ്ഞത്, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് പുള്ളിയെ. പറയുന്ന മറുപടി നിന്നെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ നീ സ്നേഹിച്ച പെണ്ണിന്റെ അടുത്താണ് ഇങ്ങനെ ചെന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവളാണ് ഇങ്ങനെ മറുപടി പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്ന് പബ്ലിക്. അല്ല, അതില് മൊത്തം വരുന്ന കമന്റ്സ് ഉണ്ടല്ലോ, അതിൽ ഫുള്ള് വരുന്ന കമന്റ്സ് ഈ പെൺപിള്ളേരെ സപ്പോർട്ട് ചെയ്തു, പിന്നെ ആ ചെക്കനെ സപ്പോർട്ട് ചെയ്തു. ഈ ചോദിക്കുന്നതല്ല എക്സ് ഉണ്ടല്ലോ, ഈ ചെക്കനെ അവൻ രക്ഷപ്പെട്ടു, ഭാഗ്യം ഇവളുടെ മാരെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അവിടെ തൊലി ഇരിക്കുന്നത് ആ ചെക്കൻ്റെ അല്ല, ആ എക്സ് എന്ന് പറയുന്ന ആ ചെക്കൻ്റെ അല്ല, ഈ ചോദിക്കുന്നവന്റെയും ഈ ചോദ്യത്തിന് ആൻസർ ചോദിക്കാൻ പോകുന്നവനെ ഞാൻ ചോദിക്കുന്നത്. നമുക്ക് വേറെ ചോദിക്കാം, നിനക്ക് തലയ്ക്ക് വിവരമില്ലേ? നീ നിന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കൂ, അമ്മ നിങ്ങൾ മുമ്പ് സ്നേഹിച്ചുകൊണ്ടിരുന്ന കാമുകളിൽ ഒരു കൊച്ചുണ്ടായി നിങ്ങൾ എന്റെ വീട്ടിൽ ചോദിക്കോ? നീ പബ്ലിക്കിന്റെ മുന്നിലേ ശരി കൊണ്ടുവരാൻ നിന്റെ കണ്ടന്റ് ശരിയാക്കല്ല. ഇത് ചോദിക്കുന്നത് മറ്റുള്ളവരുടെ ആൻസറിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിനെ ഇവൻ മാർക്കറ്റിംഗ്. അതും ഈ വലിയ പിള്ളേരുടെ കാര്യം കുഞ്ഞു പിള്ളേരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ പിള്ളേർ പറയുന്ന ഉത്തരമുണ്ട്, തെറിവിളിയും അതുപോലെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഉത്തരം. ഞാൻ ഇവിടെ ജീവിതം നിർത്താൻ പോവാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുന്നതാണ്, ഞാൻ എൻ്റെ ജീവിതം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഇവൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ചോദിക്കാം, സോഷ്യൽ കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഇവിടുത്തെ റോഡിനെ പറ്റി എന്താണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം, എഡ്യൂക്കേഷനിൽ ഇങ്ങനെ എന്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഇവൻ പക്ഷെ അതൊന്നും ചോദിക്കത്തില്ല. ഒരാൾ മാത്രമല്ല, ആ ഒരു പുള്ളി മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ആ പുള്ളിയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ തോന്നുന്നത്. ഇവൻ പോയിട്ട് ചോദിക്കുന്ന എല്ലാ എക്സിനെ പറ്റി ഇവൾക്ക് നിങ്ങളുടെ ടീച്ചറിനെ, മാത്സ് ടീച്ചറിനെ കൈ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നത്. മാത്സ് ടീച്ചറിനെ കൈ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് തിരിച്ചു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ബെസ്റ്റിയെ പറ്റി എന്താണ് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിലവൻറ്റും സോഷ്യലി ഒരു കുന്തവും കൊടുക്കാത്ത അൾട്രാ ഫ്ലോപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മെഴുകുന്ന, അതായത് അതിന് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ നിലവാരം എന്ത് വൾഗറായിട്ടാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അതായത് ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് അതിലൂടെ ചെയ്യാൻ. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്നവന് തന്നെ ഇനിയും സമയമുണ്ട് അയാൾക്ക് തിരുത്താൻ. അയാൾക്ക് തന്നെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. പാർവതി ഇതിനെ കുറിച്ചിട്ട് പാർവതിയുടെ വീഡിയോ വെച്ചിട്ട് ഇനി അടുത്തത് ചെയ്യാൻ സാധ്യത. എനിക്ക് അതിൽ വിഷ്വൽ ഐ ഡോണ്ട് കെയർ. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഞങ്ങളെ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് പ്ലീസ് നിങ്ങൾ പറഞ്ഞ ഇവളുമാരെ വീഡിയോയിൽ കയറി നോക്കണം. നിങ്ങൾ പറയുന്ന കണ്ട ആൾക്കാർ വരുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ്, നമുക്ക് വ്യൂ കിട്ടും. അതെ, ഒരിക്കലും റെമ്യൂണറേഷനിൽ നമുക്ക് അന്തസ്സായിട്ട് പറയാൻ പറ്റും. നമ്മൾ ആൾക്കാരെ പോസിറ്റീവ്ലി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റെമ്യൂണറേഷൻ. അല്ല നിന്റെ ഒക്കെ പോലെ അവിടെ ഇത് സംഭവിച്ചു ഇവിടെ സംഭവിച്ചു ഈ സാധനം അല്ല, നമ്മൾ നിന്നെയൊക്കെ
ഇതിനെയൊക്കെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടം വ്യക്തികളെ പോലെ നമ്മൾ പോസിറ്റീവ്ലി ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നെഗറ്റീവ്ലി അല്ല നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്ക് അതിലെ അഭിമാനിക്കും. ഇവര് വന്ന് നമ്മളെ റോസ്റ്റ് ചെയ്താലും അഭിമാനിക്കും. അതെ അഭിമാനിക്കും. അല്ല, ഇവര് വന്ന് നമ്മളെ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഇതിൽ പോലും അത് ഏക്കത്തില്ല എന്നുള്ളതാണ്. ആ ഒരു നമുക്കൊരു പ്രശ്നവും ഇല്ല. കാരണം ഇത് നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. പല വ്ളോഗേഴ്സും ശരിക്കും പറയാം നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. പല വ്ളോഗേഴ്സും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വ്യക്തി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി നല്ല രീതിയിൽ സംസാരിച്ചു. പേര് മെൻഷൻ ചെയ്യണോ? പേര് പറഞ്ഞു. ഉണ്ണി എന്നങ്ങാണ്ട പേര്. ഉണ്ണി പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അതേപോലെ അദ്ദേഹത്തിനെ പോലെ തന്നെ പല ആൾക്കാരും പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ നെഗറ്റിവിറ്റി വളരുന്നു. അതും കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ടും ഈ ഒരു എഫക്റ്റ് ചെയ്യുന്നു. അതായത് അവരത് കേട്ട് പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ വളർന്നു വരേണ്ട അവരുടെ ഒരു കൾച്ചർ തന്നെ അവർ മറന്നിട്ട് ഈ പറയുന്ന നെഗറ്റീവ് കൾച്ചറിലേക്ക് അവരെന്ത് ചെയ്യുന്നു, വീഴുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എനിക്കത് പറയാനുള്ളത്. ഞാൻ ഇനി പറഞ്ഞത് മറ്റേ ഈ ചോദ്യം, നിന്റെ എക്സ് എന്ത് ചെയ്യുന്നു, നിന്റെ കാമുകൻ വരും, കാമുകന്റെ ഭാര്യ വന്നാൽ നീ എന്ത് വിളിക്കും, ഇങ്ങനെ ചോദിക്കുന്ന നീയൊക്കെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യം നിങ്ങളുടെ ഡ്രീം എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ എന്താണ്, നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾ എങ്ങനെ റിയാക്ട്, അങ്ങനത്തെ കാര്യങ്ങൾ പിള്ളേർക്ക് അറിഞ്ഞാത്ത ചില കാര്യങ്ങൾ കാണും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കിടക്കുന്ന കമ്മ്യൂണിറ്റീസോ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ആ പിള്ളേരിൽ കൊണ്ട് അവർക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു സമൂഹങ്ങൾ കൊടുക്കും. അല്ലാതെ അവര് പറയുന്ന അവരും നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളെ മണ്ടര് ഉത്തരം പറയുന്ന അവർക്ക് അറിയത്തില്ലല്ലോ മണ്ടര്. കാരണം നിങ്ങൾ നല്ലത് കൊടുത്താൽ ആ വരുന്ന തലമുറയെങ്കിലും നല്ലതായിരിക്കും. അപ്പം ബാക്കിന്ന് ക്യാമറയുടെ ഒരു ഊർജം. അതെ ശരിക്കും ഇന്നാണ് നമ്മൾ ഉദ്ദേശിച്ച ലെവല്. നമ്മളിങ്ങനെ ഇരിക്കും. അല്ല ഇല്ലേ, ഞാൻ ഇങ്ങനെ ഇരിക്കും. അമ്മ എനിക്ക് ഞാൻ ഇപ്പോഴും പോഡ്കാസ്റ്റ് പറയുന്നതാണ് എന്തോ ഒരു എനിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു കൺജസ്റ്റ് ആയിട്ടാണ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല നമുക്ക് ഇനി ഇങ്ങനെ ഒരു ഇതിലും ടോപ്പിക് എടുക്കണം. ഇപ്പൊ നമ്മൾ സംസാരിച്ച ഈ ലാസ്റ്റ് ആയിരിക്കും നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആ രീതിയൊക്കെയാണ് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള സംസാരം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.